ഹലോ, ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഒരു ഉച്ചയാവാനായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ആദൂന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലേക്ക് എൻ്റെ ഫോണിന് ശരിക്കും പറഞ്ഞാൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ചപ്പാത്തിയും കോരേച്ചി ചപ്പാത്തിയൊക്കെ കഴിച്ചു. അപ്പോൾ ആദൂന് ദേ ഇപ്പോൾ വിശക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അല്ല ആദു, വിശക്കാൻ തുടങ്ങി ആദൂന്? കായ് മാറ്റിട്ട് വർത്താനം പറ. വെച്ചക്കണ്ട പൂച്ച വന്നേക്കണ. ആ പൂച്ചക്ക് ഫുഡ് കൊടുക്കോ അത്? എന്ത് വേണോടി? അതും ആ പൂച്ചക്ക് വിശക്കണെന്നാ. അതെന്താ കൊടുക്കാൻ പോണ പൂച്ചക്ക്? പറ, എന്ത് കൊടുക്കോ അതിന്? ചിക്കൻ കൊടുക്കോ? ദൈവമേ, ഒരു പൂച്ചക്ക് ചിക്കനാ. അപ്പൊ ആദുവിന് ഫുഡ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവന് ആഗ്രഹം അവന് തന്നെത്താനെ കഴിക്കണമെന്ന്. അപ്പൊ തന്നെത്താനെ കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളപ്പോൾ നമ്മൾ പിന്നെ അത് സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ആദു പറഞ്ഞു അത് തന്നെത്താനെ കഴിച്ചേക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയല്ലേ ആദു? ആറാൻ വേണ്ടി വെച്ചതാ. അപ്പൊ ചോറ് ചൂടായി പോയതുകൊണ്ട് ആദ്യം അത് ആറാൻ വേണ്ടി വെച്ചേക്കണേ. അതിന് ചൂടായിട്ടുള്ള ചോറ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആറിയ ചോറ് കഴിക്കാനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറച്ചു നേരം ഫാൻ്റെ കാറ്റൊക്കെ കൊണ്ട് ചോറൊക്കെ ആറി കഴിയുമ്പോഴേക്കും ആള് കഴിക്കാന്ന് വേണ്ട. അപ്പൊ ഇവിടെ അപ്പിച്ചി അമ്മച്ചൊന്നും ഇല്ല. അപ്പിച്ചി അമ്മച്ചിയും കൂടെ അടുത്തുള്ള സൊസൈറ്റിയിൽ പോയേക്കണേ. അപ്പൊ ഞങ്ങളോട് ഇവിടെ നല്ല ചേട്ടങ്ങളൊക്കെ നല്ല ചേട്ടക്ക് ഇരിക്കണോട്ടെന്നൊക്കെ പറഞ്ഞാണ് പോയേക്കുന്നത്. ഇവന്റെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം കയറുമ്പോൾ ഞാൻ ഇവനായിട്ട് ഓരോന്ന് കൊടുക്കും. അതിനാണ് പറഞ്ഞത് നല്ല വെച്ചായിട്ട് രണ്ടുപേരും ഇരിക്കണോട്ടാന്ന്. അമ്മ അല്ലെങ്കിൽ വന്നു കഴിയുമ്പോഴേക്കും അപ്പാപ്പയുടെ അടുത്ത് പോയി ആദ്യമേ പരാതി പറയും. എന്നിട്ട് അപ്പാപ്പഴ ഭയങ്കര പിണക്കം പിണങ്ങുമല്ലോ മമ്മീന, അല്ല അത്. അതിന് വേണ്ടിയിട്ടാണ് ആളുടെ പരിപാടി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളോട് നല്ലപോലേക്ക് ഇരിക്കണം, അതിനോട് കുരുത്തക്കേടൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അപ്പാപ്പയൊക്കെ പോയേക്കണത്. അപ്പൊ ഇപ്പോ അതിനപ്പോ വിശക്കണം എന്ന് പറഞ്ഞ് ചവർക്ക് മഴയാക്കിട്, അങ്ങനെയൊന്നും കാണിക്കല്ലേ. അപ്പൊ ദേ ചോറ് തിന്നാൻ വേണ്ടി പോണേണ്. അത് കഴിക്ക്. ദേ അപ്പാപ്പയൊക്കെ വന്നെന്ന് തോന്നണ്. ദേ അപ്പാപ്പയൊക്കെ വന്നടാ. ഉണ്ടാ ദേ ഹോണടി കേട്ടാ. അപ്പാപ്പയൊക്കെ വന്നതേ വന്ന്. മീനിപ്പൊ കറി വെച്ചതാ എടുത്തേക്കണേ. പ്രശ്നം എന്താ? അതെന്താ പ്രശ്നം? എന്താ യാമന് രണ്ട് കടിച്ചാ? അപ്പൊ ആരാടോ ഡോക്ടർ? ആരാണ്? അപ്പാപ്പയാണ് ഡോക്ടർ. ആമേനെ രണ്ട് കടിച്ചല്ലേ? അപ്പൊ അത് അപ്പാപ്പനായിട്ട് ഇരുന്നോളോ എന്നാ? ഡോക്ടറും കളിച്ചിരുന്നോളോ? ഓക്കെ എന്നാ. 3:30 സൊസൈറ്റി പോകാലോ അല്ലേ? അപ്പൊ ആദൂന് അപ്പാപ്പയുടെ അടുത്ത് തെപ്പിച്ചിട്ട് ഞങ്ങൾ അതേ മരുന്നിന് പോണേ. ഇനിയെങ്കിലും മരുന്നിന് പോയില്ലെങ്കിൽ മിക്കവാറും ഞാൻ വല്ല ചുമച്ച് വല്ല ചോരയും തുപ്പിച്ചാവും. കുറച്ച് ദിവസമായിട്ട് ചുമ തുടങ്ങിയിട്ട് ഭയങ്കര ചുമയാണ്. നല്ല ചുമയെന്ന് പറഞ്ഞാൽ എനിക്ക് നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി ഇതുമായിട്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് പോയി മരുന്ന് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. എന്നാൽ റോസമ്മയൊക്കെ കൊക്കടയും കുടിച്ച് കുടിക്കൊണ്ട് പോകും. അമ്മച്ചിക്കാണെങ്കിൽ ഭയങ്കര ധൃതിയാണ്, നടന്നിട്ട് വേഗം പാഞ്ഞാ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി കൊണ്ടേ ചൂടി പൊയ്ക്കോ, ഞാൻ പയ്യെ നടന്നു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി മരുന്നൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. തുറന്നിട്ടുണ്ടാവുമോ എന്നറിയാൻ പാടില്ല. അപ്പോൾ അതും അപ്പാപ്പയുടെ അടുത്ത് ഇരുന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നതിമ്പോൾ ആൾ ബഹളം വെക്കോ ഒച്ചപ്പാടുണ്ടാക്കുമോ എന്നറിയാൻ പാടില്ല. അവിടെ മരുന്നിന് പോയ സ്ഥലത്തേ അങ്കൻവാടിയിൽ പോകാതെ പിള്ളേർക്കൊക്കെ ഇഞ്ചക്ഷൻ വെക്കാണ്ട്. അവിടെ അത് അപ്പാപ്പൊക്കെ കിടന്നുറങ്ങണത്. ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണേണെന്ന്. ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കണ് അല്ല റോസമ്മ? അപ്പാപ്പ കിടന്നുറങ്ങണേ. ഞങ്ങൾ അതുകൊണ്ട് പൊക്കത്തോട്ട് നോക്കളാണ് ഞങ്ങളോട് പറഞ്ഞേക്കണേ.
അല്ലെങ്കിൽ അപ്പാപ്പക്ക് ഉറക്കമൊന്നും നടക്കൂല. കാരണം ആദ്യമേ ഒന്ന് ഫുൾ ടൈം അപ്പാപ്പനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പാപ്പയെന്ന് പറഞ്ഞാൽ വെളുപ്പിനെ പള്ളി പോണേയുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പച്ചിക്ക് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് ഉറക്കം വരും. ആ ഒന്ന് ഓരോ ഉറക്കമൊക്കെ ഉറങ്ങിയാൽ അപ്പച്ചി ആകെ ഒരു റെഡി ആവുള്ളൂ. അപ്പോൾ അവൻ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അപ്പാപ്പനെ ഉറക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി പോളിൽ ചെന്നിട്ട് ആദ്യമേ കിടത്തി ഉറക്കണം. മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ചെന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചെന്ന് വേഗം മരുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. 10 മിനിറ്റിനുള്ളിലേക്ക് പരിപാടി കഴിഞ്ഞു. ഇവിടെ എല്ലാ ഈ എല്ലാ ഡിവിഷനുകളിലും ഓരോരോ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ക്ലിനിക്ക് പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് മരുന്ന് വാങ്ങിക്കാം. അതാകുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് പൈസയും പോകുന്നില്ല, നമ്മുടെ അസുഖത്തിനുള്ള മരുന്നും കിട്ടും. പിന്നെ ഒരുപാട് തിരക്കുള്ള ഹോസ്പിറ്റലിലും പോകണ്ട. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ അടുത്തൊക്കെയുള്ള വേറെ ഗവൺമെൻറ് വലിയ ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സമയവും പിടിക്കും, നല്ല തിരക്കുമൊക്കെ ആയിരിക്കും. ഇതാകുമ്പോൾ വലിയ തിരക്കും ഇല്ലാണ്ട് പോയി കണ്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്യാം. പിന്നെ ഞാൻ ആ കൊച്ചിനെ കിടത്തി ഉറക്കണം. അതേ ചിലപ്പോൾ ഞാനും കിടന്നുറങ്ങും. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ചെയ്യുമ്പോഴേക്കും ഇനി വൈകുന്നേരം എന്താണെന്നുള്ള അന്നേരം അറിയാൻ പറ്റും. ഫോട്ടോ ഒന്നും എടുക്കണില്ല. ആദ്യമാ മാഗി ഉണ്ടാക്കാൻ വേണ്ടി പോണല്ലേ? ആ, എന്നാൽ ചെല്ലട്ടെ അടുക്കളയിലോട്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ തുടങ്ങി ആദ്യമ ഭയങ്കര മൂച്ചാട്ട് കയറി ഇപ്പോൾ മാഗി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു കണക്കിന് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ചെന്നിട്ട് മാഗി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ തന്നെ തിന്നു കളയും. എന്നാ എങ്ങനെ കാണിക്കണ? അതും കേട്ടോ കാണിക്കുന്നത് അല്ലേ? ഇതിങ്ങനെ കാണിക്കണം അല്ലേ? അമ്മയ്ക്കറിയാൻ പാടില്ല അതിങ്ങനെ കാണിക്കണം എന്നുള്ളത്. ഇട്ടോ മതി 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 അത്ര ഇട്ടാ മതി. അത്ര ഇട്ടാ മതി. ഇടല് ആ ഇട്ടോ ആ ഓക്കെ. ഇനി അതവിടെ കിടക്കട്ടെ കേട്ടോ. അങ്ങനെ അതിനുള്ള മാഗി അവൻ തന്നെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഈ മാഗി എന്ന് പറഞ്ഞ സാധനം അധികം ഹെൽത്തിന് കൊള്ളൂലാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പോഴേക്കും ഇവനത് കൊടുക്കാറുള്ളൂ. വല്ല ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരാഴ്ചയോ അങ്ങനെയൊക്കെ മാത്രമേ മാഗി അങ്ങനെ കൊടുക്കാറുള്ളൂ. എപ്പോഴും മാഗി കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളൂല എന്നുള്ളത് അറിയാലോ എന്തായാലും. അപ്പം അങ്ങനെ മാഗി കൊടുത്തപ്പോഴേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത്രയും നേരം ഉണ്ടായിരുന്ന ആ മൂശാട്ട സ്വഭാവമൊക്കെ എങ്ങോട്ട് പോയെന്ന് തന്നെ അറിയാൻ പാടില്ല. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങാണ് വേൽമുരുക, മറ്റേ നരൻ സിനിമയിലുള്ള വേൽമുരുക എന്നിട്ടുള്ള ആ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഡാൻസ് ആയിരിക്കും. ആ പാട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് അവൻ എന്തൊക്കെയോ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒറിജിനൽ വേർഷനും ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഈ ആനിമേഷൻ വീഡിയോസും അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ഈ കാർട്ടൂണിൻ്റെ വേൽമുരുക പാട്ടാണ് ഇയാൾക്ക് കൂടുതൽ ഇഷ്ടം. അതിനകത്ത് ഒരു മലയുടെ മുകളിലായിട്ട് ഒരു കോലം വെക്കുന്നുണ്ടല്ലോ. ആ കോലം വെക്കുന്നത് ആക്ട് ചെയ്ത് കാണിക്കുകയാണോ ശരിക്കും പറഞ്ഞാൽ അതും. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കർത്താവിന് കുരിശിൽ തറച്ചേക്കണ പോലെ അവൻ കാണിക്കണേണെന്നാണ് വിചാരിച്ചത്. കാരണം അവൻ കർത്താവിന് കുരിശിൽ തറക്കുന്ന പോലെ ഇടക്കിടക്ക് കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ എഴുന്നേച്ചത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ മലയുടെ മുകളിലുള്ള കോലമാണ് അവനാ ഉദ്ദേശിച്ചേക്കണമെന്ന്. അതിനെയാണ് അവനാ കാണിച്ചുകൊണ്ടിരുന്നേച്ചതെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദുവിൻ്റെ പപ്പ വന്നു. ഒരാഴ്ച കാണാണ്ടിരുന്ന് കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു പപ്പക്കും അതേപോലെ ആദുവിനും. ചേട്ടൻ അങ്ങനെ കുറേ നാൾ കൂടിയാണ് ഇങ്ങനെ ലോങ് പോയി നിൽക്കുന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെ ലോങ്ങൊന്നും പോകാണ്ട് എപ്പോഴും അടുത്തൊക്കെ തന്നെയുള്ള വർക്കിനായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. വെച്ചാൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അരിപ്പാട് പോയിട്ട് പുള്ളിക്കാരൻ ഇന്നലെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ തിരിച്ച് നേരെ എടക്കൊച്ചിലോട്ട് തന്നെ പോവാണ്. ഒരാഴ്ചത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച ആയില്ല. റോസമ്മ ഇവിടെ പറയുന്നു, ഓർമ്മിപ്പിക്കണേ, ഒരാഴ്ച ആയില്ലെന്ന്. ശരിക്കും പറഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം അല്ലേ? തിങ്കളാഴ്ച വൈകുന്നേരം അല്ല, തിങ്കളാഴ്ച വൈകുന്നേരമാണ് വന്നത്. ഞാനപ്പോ നാളെ പോവാന്നുള്ള രീതിയിലാണ് ഇരുന്നേച്ചത്. പക്ഷെ ഇന്നിപ്പോ ചേട്ട അപ്രതീക്ഷിതമായി വന്നുകൊണ്ട് ഇന്ന് തന്നെ പോവാണ്. അപ്പൊ ഇന്നിപ്പോ പോയിട്ട് അല്ല അത് പള്ളുവത്തിലോട്ട് പള്ളുവത്തിലേക്ക് വല്ല ഇടക്കൊച്ചു വന്നണ്ടാ? എവിടെ വന്നിട്ട്? പള്ളുവത്തിലാണ് നിക്കണ? ഏതെങ്കിലും ഒരു സ്ഥലം പറയടാ. ഇടക്കൊച്ചില്ല? ആ അപ്പൊ റെഡിയാ? ഉടുപ്പ് ഇത് മതിയാ? ആ അതിന് ഉടുപ്പൊക്കെ മതിയെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് ഉടുപ്പൊക്കെ മതി. അപ്പൊ ഇനി ഇന്നത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലത്തെ ഒരു ഫുൾ ഡേ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുന്നു. അപ്പൊ ഇനി അടുത്ത വ്ളോഗില് നമുക്ക് നാളത്തെ വ്ളോഗിൽ നാളത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നാളെ ഇനിയിപ്പോൾ ഓഗസ്റ്റ് 15
അപ്പോൾ നാളത്തെ വ്ളോഗിൽ നാളത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.